السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. يقول المصنف رحمه الله: وفروضه ستة أحدها نية وضوء أو أداء فرض وضوء أو رفع حدث لغير دائم حدث حتى في الوضوء المجدد أو الطهارة عنه أو الطهارة لنحو الصلاة مما لا يباح إلا بالوضوء أو استباحة مفتقر إلى وضوء كالصلاة ومس المصحف. മഹാനായ മുസന്നിഫ് റഹിമഹുള്ള വുളൂഇന്റെ ഷർത്തുകളിൽ നിന്നും വിരമിച്ചതിന് ശേഷം വുളൂഇന്റെ ഫർളുകളെ വിശകലനം ചെയ്യുന്നതിൽ ആരംഭിക്കുകയാണ്. എന്നിട്ട് മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു: വഫുറൂലുഹു, വുളൂഇന്റെ ഫർളുകൾ സിത്തത്തുൻ, 6 എണ്ണമാണ്. അഹദുഹ, അതിൽ നിന്നും ഒന്നാമത്തേത് നിയ്യത്തു വുളൂഇൻ, വുളൂഇനെ കരുതലാണ്. അതായത് വുളൂ ചെയ്യുന്നവൻ ഞാൻ വുളൂ ചെയ്യുന്നു എന്ന് കരുതുക. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം അൽ ഖസ്ദു, കരുതുക എന്നാണ്. ശർഈയായ അർത്ഥം, സാങ്കേതികാർത്ഥം ഖസ്ദു ശൈഇ മുഖ്തരിനം ബിഫിഇലിഹി, ഒരു വസ്തുവിനെ അതിനെ പ്രവർത്തിക്കുന്നതിനോട് അന്വരിച്ചുകൊണ്ട് കരുതുന്നതിനാണ് ശർഈയായിട്ട് നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പൊ വുളൂ, നിയ്യത്ത് വുളൂഇൻ, ഞാൻ വുളൂ ചെയ്യുന്നു എന്ന് കരുതുക. ഔ അദാഇ ഫർളി വുളൂഇൻ, അല്ലെങ്കിൽ വുളൂ എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് കരുതുക. ഇതൊക്കെ നിയ്യത്തിന്റെ പല രൂപങ്ങളാണ്. എല്ലാ രൂപങ്ങളെ കൊണ്ടും വുളൂ സ്വഹീഹാകുന്നതാണ്. വുളൂഇന് നിയ്യത്ത് ചെയ്യുന്ന പല രൂപങ്ങളും വൈവിധ്യമായ രൂപങ്ങളിലൂടെ ഇവിടെ വിവരിക്കുകയാണ്. ഔ അദാഇ ഫർളി വുളൂഇൻ, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഔ റഫ്ഇ ഹദസിൻ, അല്ലെങ്കിൽ അശുദ്ധിയെ ഉയർത്തുന്നു എന്നും കരുതാവുന്നതാണ്. പക്ഷേ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് എല്ലാവർക്കും പറ്റുന്നതല്ല. നിത്യാശുദ്ധി ഉള്ളവർക്ക് ഞാൻ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് ചെയ്താൽ അവന്റെ വുളൂ സ്വഹീഹല്ല. അതാ പറയുന്നത് ഔ റഫ്ഇ ഹദസിൻ, അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്തും കരുതാവുന്നതാണ്. ലിഗൈരി ദാഇമി ഹദസിൻ, നിത്യാശുദ്ധിയുള്ളവൻ അല്ലാത്തവർക്ക്. അപ്പൊ നിത്യാശുദ്ധിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അശുദ്ധി ഉയരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉയരാത്ത അശുദ്ധിയെക്കുറിച്ച് ഞാൻ ഉയർത്തുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അങ്ങനെ നിത്യാശുദ്ധിയുള്ളവൻ ഞാൻ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് വുളൂ എടുത്താൽ അവന്റെ വുളൂ സാധുവാകുന്നതല്ല. ഔ റഫ്ഇ ഹദസിൻ, അപ്പൊ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് കരുതണം. ഹത്താ ഫിൽ വുളൂഇൽ മുജദ്ദദി, പുതുക്കപ്പെടുന്ന വുളൂഇൽ വരേക്കും എന്ന് മുസന്നിഫ് റഹിമഹുള്ള ഇവിടെ പറഞ്ഞു. അതായത് പ്രത്യേകം ഇത് എടുത്തു പറയാനുള്ള കാരണം, ഇവിടെ ശാഫിഈ മദ്ഹബിൽ തന്നെ റംലി ഇമാമിനെ പോലത്ത ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ വിയോജിപ്പുണ്ടായത് കൊണ്ടാണ്. അവരുടെ അഭിപ്രായ പ്രകാരം തജ്ദീദാക്കപ്പെടുന്ന, പുതുക്കപ്പെടുന്ന വുളൂഇൽ ഇങ്ങനെ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്ത് സാധുവാകുന്നതല്ല എന്നാണ് അവരുടെ അഭിപ്രായം. കാരണം ഇവിടെ ഒരാൾ വുളൂ പുതുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ളുഹ്ർക്ക് എടുത്ത വുളൂ, അത് അസറിന്റെ സമയമായപ്പോൾ വുളൂ മുറിയാതെ തന്നെ ഒന്നും കൂടെ ഒരു വുളൂ എടുക്കുക, ഇതാണല്ലോ പുതുക്കപ്പെടുന്ന വുളൂ. ആദ്യത്തെ വുളൂ ശരിക്കും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവൻ അശുദ്ധിക്കാരനല്ല. അപ്പൊ പിന്നെ അവൻ
അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നുള്ള നിലക്ക് ചില പണ്ഡിതന്മാര് പറയുന്നു അശുദ്ധിയെ ഉയർത്തുക എന്ന നിയ്യത്ത് പുതുക്കപ്പെടുന്ന വുളൂയിൽ പറ്റുകയില്ല. പക്ഷെ മുസന്നിഫ് റഹിമഹുല്ല, മഹാനായ മുസന്നിഫ് റഹിമഹുല്ലയുടെ ഉസ്താദാകുന്ന ഹാഫിൽ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായത്തിനോട് യോജിച്ചുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞത് എന്താണ്? തജ്ദീദ് ചെയ്യപ്പെടുന്ന വുളു ആണെങ്കിലും പുതുക്കപ്പെടുന്ന വുളു ആണെങ്കിലും അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് ചെയ്താൽ അത് സ്വഹീഹ് ആകുന്നതാണ് എന്ന അഭിപ്രായക്കാരനാണ്. അവി ത്വഹാറത്തി അൻഹു, അല്ലെങ്കിൽ മറ്റൊരു രൂപം, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുന്നു എന്ന് കരുതുക. അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുന്നു. അവി ത്വഹാറത്തി ലിനഹ്വി സ്വലാത്തി, നിസ്കാരം പോലോത്തതിനു വേണ്ടി ഞാൻ ശുദ്ധിയാകുന്നു. ആ നിസ്കാരം പോലോത്തത് എന്തിനാൽ? മിമ്മ, ഒന്നിനാൽ, ലാ യുബാഹു ഇല്ലാ ബിൽ വുളു, അത് അനുവദനീയമാക്കപ്പെടുന്നതല്ല, ഇല്ലാ ബിൽ വുളൂഇ, വുളൂ കൊണ്ടല്ലാതെ. അപ്പൊ വുളൂ കൊണ്ടല്ലാതെ അനുവദനീയമാക്കപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ശുദ്ധിയാകുന്നു എന്നും കരുതാവുന്നതാണ്. ഔ ഇസ്തിബാഹതി മുഫ്തഖിരിൻ ഇലാ വുളു, അല്ലെങ്കിൽ മറ്റൊരു രൂപം, വുളൂയിലേക്ക് ആവശ്യമായ കാര്യങ്ങളെ അനുവദനീയമാക്കുന്നു എന്ന് കരുതുക. വുളൂയിലേക്ക് ആവശ്യമായ കാര്യങ്ങളെ അനുവദനീയമാക്കുന്നു എന്ന് കരുതുക. അതേതുപോലെ കസ്വലാത്തി, നിസ്കാരം പോലെ. അപ്പൊ നിസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നു എന്ന് കരുതിക്കൊണ്ട് വുളൂ ചെയ്താൽ അവന്റെ വുളൂ സ്വഹീയാവുന്നതാണ്. വമസ്സിൽ മുസ്ഹഫി, മറ്റൊരു ഉദാഹരണം മുസ്ഹഫ് തൊടും പോലെ. മുസ്ഹഫിനെ സ്പർശിക്കണമെങ്കിൽ വുളൂ എന്താണ്? നിർബന്ധാണ്. വുളൂ കൂടാതെ മുസ്ഹഫ് തൊടല് ഹറാമാണ്. അപ്പോ വിശുദ്ധമായ ഖുർആൻ തൊടലിനെ ഞാൻ അനുവദനീയമാക്കുന്നു എന്ന് കരുതിയാലും വുളൂ സ്വഹീയാകുന്നതാണ്. ഇത്രയും രൂപങ്ങളാണ് വുളൂഇന്റെ നിയ്യത്ത് വിവരിക്കുന്ന വിഷയത്തിൽ മുസന്നിഫ് പറഞ്ഞത്. ഇനി പറയുന്നത് ഏത് നിയ്യത്തൊക്കെ ചെയ്താൽ അവന്റെ വുളൂ സ്വഹീയാകൂല. വലാ തക്ഫി, മതിയാകുന്നതല്ല, നിയ്യത്തു ഇസ്തിബാഹത്തി മ, ഒന്ന് അനുവദനീയമാക്കലിനെ കരുതൽ. എങ്ങനത്തെ ഒന്നാണ്? യുന്തബുലഹു, അതിനിക്ക് സുന്നത്താക്കപ്പെടും. അൽ വുളൂ, വുളൂ. അപ്പൊ വുളൂ സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങളെ അനുവദനീയമാക്കുന്നു എന്ന് ഒരാൾ കരുതിയാൽ, അങ്ങനെ കരുതി വുളൂ ചെയ്താൽ അവന്റെ വുളൂ എന്ത്? സ്വഹീഹ് ആകുന്നതല്ല. അതേതുപോലെ കഖിറാഅത്തിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യും പോലെ. കാരണം വിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യാൻ വുളൂ നിർബന്ധം ഇല്ല, വുളൂ സുന്നത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ വിശുദ്ധമായ ഖുർആൻ സ്പർശിക്കണമെങ്കിൽ വുളൂ നിർബന്ധ, ഓതണമെങ്കിലോ പാരായണം ചെയ്യണമെങ്കിൽ വുളൂ സുന്നത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ വിശുദ്ധമായ ഖുർആൻ ഓതലിനെ അനുവദനീയമാക്കുന്നു എന്ന് കരുതി വുളൂ ചെയ്താൽ അവന്റെ വുളൂ സ്വഹീഹ് ആകുന്നതല്ല. അവിൽ ഹദീസ്, അല്ലെങ്കിൽ വിശുദ്ധമായ ഹദീസ് വായിക്കാൻ വേണ്ടി, വകദുഖൂലി മസ്ജിദിൻ, പള്ളിയിൽ പ്രവേശിക്കും പോലെ, വസിയാറത്തി ഖബറിൻ, ഖബർ സന്ദർശിക്കും പോലെ. ഖബർ സന്ദർശിക്കുക, പള്ളിയിൽ പ്രവേശിക്കുക, ഹദീസ് വായിക്കുക, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക, ഇത്യാദി കാര്യങ്ങൾക്കെല്ലാം വുളൂ സുന്നത്താണ്. വുളൂ സുന്നത്തായതുകൊണ്ട് തന്നെ ഇത്യാദി കാര്യങ്ങളെ ഞാൻ അനുവദനീയമാക്കുന്നു എന്ന് കരുതിക്കൊണ്ട് വുളൂ ചെയ്താൽ അവന്റെ വുളൂ സ്വഹീഹ് ആകുന്നതല്ല. ഇനി പറയുന്നു എന്താണ് ഇത്? നിയ്യത്ത് ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. ഈ നിയ്യത്ത് വുജൂബാകുന്നതിലുള്ള അടിസ്ഥാന തത്വം എന്ത്? വൽ അസ്ലു, അടിസ്ഥാനം ഫീ വുജൂബിൻ നിയ്യത്തി, നിയ്യത്ത് നിർബന്ധമാകുന്നതിൽ അത് ഖബറു ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായിട്ടും നിയ്യത്ത് പരിഗണിക്കപ്പെട്ട അമലുകൾ സ്വഹീഹാവുകയുള്ളൂ ബിന്നിയാത്ത്, അവകളെ കരുതലുകൊണ്ട്, അവകൾക്ക് നിയ്യത്ത് ചെയ്യലുകൊണ്ട് മാത്രമേ. നിയ്യത്തുകൾ ഇസ്ലാമിൽ വേണം എന്ന് പറഞ്ഞ അമലുകൾ അത് സ്വഹീയാവുന്നത് അത് നിയ്യത്ത് കൊണ്ട് മാത്രമേ സ്വഹീയാവുകയുള്ളൂ. ഐ ഇന്നമാ സിഹ്ഹതുഹാ, തീർച്ചയായിട്ടും ആ അമലുകളുടെ സിഹ്ഹത്ത് സ്വഹീഹാകുന്നത് സാധുത എന്നാണ് ഇതിന്റെ അർത്ഥം. എന്തല്ല? ലാ കമാലുഹ, അതിന്റെ പരിപൂർണത, ആ അമലുകളുടെ പരിപൂർണത എന്നല്ല എന്ന് മുസന്നിഫ് പ്രത്യേകം പറയാനുള്ള കാരണം ഇത് പണ്ഡിതന്മാർക്കിടയിലുള്ള ചെറിയൊരു വിയോജിപ്പുണ്ട് ഈ വിഷയത്തിൽ. അതായത് ഹനഫി ഇമാം അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായത്തിൽ ഇന്നമൽ അഅ്മാലു എന്നുള്ള സ്ഥലത്ത് അമലുകളുടെ പരിപൂർണത അത് നിയ്യത്ത് കൊണ്ടാണ്.
അപ്പൊ വസീലയാകുന്ന, ഇപ്പൊ നിസ്കാരത്തിലേക്കുള്ള വസീലയാണ് ജനാബത്തിനെ തൊട്ട് ജനാബത്തുള്ളവർ കുളിക്കുക എന്നുള്ളത്, അതുപോലെ വുളൂ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ വസീലകൾക്കൊന്നും വുളൂവിന്റെ നിയ്യത്തിന്റെ ആവശ്യമില്ല. വുളൂ ചെയ്യുമ്പോൾ നിയ്യത്തിന്റെ ആവശ്യമില്ല, കുളിക്കുമ്പോൾ നിയ്യത്തിന്റെ ആവശ്യമില്ല എന്നാണ് അബൂ ഹനീഫ ഇമാം എന്ന് പറഞ്ഞാൽ ഫർളല്ല എന്നാണ് ഇമാം അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം. അവർ ഇവിടെ അർത്ഥം വെക്കുന്നത് ഇന്നമൽ അഅമാലു, അമലുകളുടെ പരിപൂർണത എന്നാണ്. അതുകൊണ്ട് അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് മുസന്നിഫ് പറഞ്ഞത് ലാ കമാലുഹ, പരിപൂർണത എന്നല്ല, ഇന്നമാ സിഹ്ഹതുഹ, അതിന്റെ സിഹ്ഹത്ത്, സാധുത എന്ന് തന്നെയാണ് എന്ന് പറയാനുള്ള കാരണം ഇവിടെ അമലുകൾ, അതുപോലെ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായിട്ടും അമലുകൾ അത് സ്വഹീഹാകുന്നത് നീയത്ത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ എല്ലാ അമലുകൾക്കും നീയത്ത് വേണം എന്നില്ല. ഉദാഹരണമായി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക, ബാങ്ക് കൊടുക്കുക, ഖുതുബ ഓതുക ഇത്യാദി ഇതുപോലത്തെ കാര്യങ്ങൾക്കൊന്നും നീയത്ത് ആവശ്യമില്ല. അവിടെ നീയത്ത് ചെയ്യാതെ തന്നെ അത് സ്വഹീഹാകും. നീയത്തുകൾ പരിഗണിക്കപ്പെടുന്ന അമലുകൾ, ആ അമലുകളുടെ സിഹത്ത് അത് നീയത്ത് കൊണ്ട് ആണ് എന്നാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ അഅമാലുകളും അഫ്ആലുകളും തമ്മിൽ ചില ചെറിയ വ്യത്യാസങ്ങളൊക്കെയുണ്ട്. അഅമാൽ എന്നുള്ളത്, അമലുകൾ ഉണ്ടാവുന്നത് അത് ദവിൽ ഉഖൂൽ, ബുദ്ധിക്ക് പ്രാപ്തിയുള്ള വ്യക്തികളിൽ നിന്നും ഉണ്ടാകുന്നതിനാണ് എന്ത് പറയാ, അഅമാൽ എന്ന് പറയുക. അതായത് മനുഷ്യവർഗം, അതുപോലെ ജിന്ന് വർഗം, അതുപോലത്തെ അഖ്ല് ഉള്ള ദവിൽ ഉഖൂലാകുന്ന വസ്തുക്കളുടെ, ജീവികളുടെ പ്രവർത്തനങ്ങൾക്കാണ് അഅമാൽ എന്ന് പറയുക. എന്നാൽ അഫ്ആൽ എന്ന് പറയൽ അത് ഏത് വസ്തുവിൽ നിന്നും, അത് ദവിൽ ഉഖൂലാവട്ടെ ഗൈറ ഉഖൂലാവട്ടെ, ഏതായാലും അത് മനുഷ്യനിൽ നിന്നാവട്ടെ മൃഗത്തിൽ നിന്നാവട്ടെ ഏതിൽ നിന്നായാലും അഫ്ആൽ എന്ന് പറയപ്പെടാം. സാധാരണഗതിയിൽ ഇങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാറുള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ഇതിന് വൈരുദ്ധ്യമായിട്ട് ചിലപ്പോൾ എന്താവും, ഗൈറ ആഖിലിനെ ആഖിലിന്റെ സ്ഥാനത്ത് ഇറക്കി, അല്ലെങ്കിൽ ആഖിലിനെ ഗൈറ ആഖിലിന്റെ സ്ഥാനത്ത് ഇറക്കിയിട്ടൊക്കെ വ്യത്യാസമായിട്ടൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നീയത്തും ഇഖ്ലാസും തമ്മിൽ ഉള്ള വ്യത്യാസവും സാന്ദർഭികമായിട്ട് ഇവിടെ ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് നീയത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രവർത്തനം നാം ചെയ്യുമ്പോൾ ആ പ്രവർത്തനത്തെക്കുറിച്ച് പ്രത്യേക സന്ദർഭങ്ങളിൽ കരുതുന്നതിനാ നീയത്ത് എന്ന് പറയാം. ഇപ്പൊ വുളൂഇന്റെ നീയത്ത് എന്ന് പറഞ്ഞാൽ വുളൂഇന്റെ ഫർളാകുന്ന മുഖം കഴുകുക, ആ മുഖത്തെ കഴുകുന്നതിന്റെ ആദ്യത്തിനോട് അന്വരിച്ചു കൊണ്ടുവരണം. ആ സ്ഥലത്ത് മാത്രമാണ് നിയ്യത്ത് ചെയ്യുന്നത്. അതായത് കാല് കഴുകുമ്പോൾ നിയ്യത്ത് ചെയ്യൂല. പക്ഷെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതല്ല. അത് ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിൽ മുഴുവനും ആദ്യം മുതൽക്ക് അവസാനം വരെ എല്ലാ സമയത്തും ഉണ്ടായിരിക്കേണ്ട, ഹൃദയാന്തരത്തിൽ നിന്നും ഉരുത്തിരിയേണ്ട ഒരു വിശേഷണമാണ് ഏത്? ഇഖ്ലാസ്, നിഷ്കളങ്കത എന്നുള്ളത്. അതായത് ഇവിടെ സ്വലാത്ത് ചൊല്ലാൻ നീയത്ത് വേണ്ട, ബാങ്ക് കൊടുക്കാൻ നീയത്ത് വേണ്ട, ഖുത്ബ നിർവഹിക്കാൻ നീയത്ത് വേണ്ട. പക്ഷെ അവിടേക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അപ്പോഴേ അതിനുള്ള കൂലി അള്ളാഹുവിൽ നിന്നും ലഭ്യമാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, അള്ളാഹുവിങ്കിൽ നിന്നും അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയൊരു മാനദണ്ഡമാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പാരത്രികമായ ലോകത്ത് പ്രതിഫലം ലഭ്യമാവണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയൊരു നിബന്ധനയാണ്
അവന്റെ പ്രവർത്തനങ്ങൾ നിഷ്കളങ്കമായിരിക്കണം, അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചതായിരിക്കണം. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ. വിശുദ്ധമായ ഖുർആൻ. നമുക്കറിയാം, ഇന്ന് നമ്മിൽ നിന്നുമുള്ള ഓരോ ആളുകളും വിവിധങ്ങളായ ദീനീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവിധങ്ങളായ സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഇഖ്ലാസിന്റെ കാര്യത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വളരെ പേടിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഞാൻ ആദ്യമായിട്ടും നിങ്ങളോടും ഉണർത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സച്ചരിതരായ സ്വഹാബത്തിനോട് ഒരു സമയത്ത് പറയുകയുണ്ടായി, ഞാൻ ഭയപ്പെടുന്നതിൽ നിന്ന് ഏറ്റവും ഭയപ്പെടുന്ന കാര്യം, ഞാൻ ഏറ്റവും എന്റെ ഉമ്മത്തിന്റെ മേലിൽ ഭയപ്പെടുന്നത് അത് അശ്ശിർക്കുൽ അസ്ഗറു, ചെറിയ ശിർക്കാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ വമശ്ശിർക്കുൽ അസ്ഗർ, ഏതാണ് ചെറിയ ശിർക്ക്? ആ സമയത്ത് പറയുന്നു ഹുവറിയാ, അത് ലോകമാന്യമാണ് എന്ന്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി പറയുന്നു, നബിയെ ഇന്നി ഉഹിബ്ബുൽ ജിഹാദ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല വഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു അയ്യുറാ മക്കാനി, എന്റെ സ്ഥാനത്തെ കാണപ്പെടണമെന്നും. അതായത് ഞാൻ ധർമ്മസമരം ചെയ്ത് ഒരു ധീരശൂര പോരാളിയാണ് എന്ന് 4 ആളുകൾ അറിയണം എന്നൊരു ഉദ്ദേശ്യം ഒരാളുടെ ഖൽബിൽ ഉണ്ടായാൽ, അതായത് ഈ സ്വഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ സമയത്താണ്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ, വല്ലൊരുത്തനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലിഖാഇനെ ആഗ്രഹിച്ചാൽ, യർജു റുഅയതഹു വ സവാബഹു, അള്ളാഹുവിനെ കാണലും അതുപോലെ അള്ളാഹുവിൽ നിന്നുമുള്ള പ്രതിഫലത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, അതുപോലെ അള്ളാഹുവിന്റെ ഇഖാബിനെ അവൻ ഭയപ്പെടുന്നു എങ്കിൽ ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ, സൽപ്രവർത്തനങ്ങൾ അവൻ ചെയ്തുകൊള്ളട്ടെ. മാത്രമല്ല അവിടെ നിർത്തിയില്ല, വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ, അവന്റെ റബ്ബിന് അവൻ ചെയ്യുന്ന ഇബാദത്തിൽ ഒരാളെയും അവൻ പങ്കുകാരാക്കാതെ നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് അവൻ അമൽ ചെയ്യട്ടെ എന്ന ആയത്ത് അവതരിച്ച പശ്ചാത്തലം ഒന്ന് ഇതാണ്. മനസ്സിലാക്കേണ്ടത്, നാം വലിയ വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ 4 ആളുകൾ ഞാൻ ഒരു വലിയ സംഘടനാ പ്രവർത്തകനാണെന്ന് പറയണം, അതുപോലെ ഞാൻ മരിക്കുമ്പോൾ അനുശോചനം രേഖപ്പെടുത്തുമ്പോ ഞാൻ ഒരു വലിയ പ്രവർത്തകനായിരുന്നു എന്ന് പറയണം എന്ന ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴാണ് അമലുകൾ ബാത്തിലാകുന്നത്. അതല്ലാതെ ഈ സംഘടനകളിൽ അതുപോലത്തെ ദീനി പ്രവർത്തനങ്ങളിൽ റിലീഫുകളിൽ പങ്കെടുക്കണ്ട എന്നല്ല, അതിലൊക്കെ നാം പങ്കെടുക്കണം, അത് നല്ല പുണ്യം ലഭിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ നിയ്യത്തിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നാം അറിയാതെ ചിലപ്പോൾ റിയാവൊക്കെ നമ്മിലേക്ക് വന്നുകൂടും. ഇത് മാത്രമല്ല, ഈ ആയത്ത് ഇറങ്ങാൻ മറ്റൊരു പശ്ചാത്തലം മഹാനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു സ്വഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയേ ഞാൻ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നവനാ, ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ മാർഗം, അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടാ, എനിക്ക് ഒരു ഉദ്ദേശമല്ല, അതിന്റെ ബാക്കിൽ യാതൊരു ഉദ്ദേശങ്ങളും ഞാൻ വെച്ചിട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലായും കൊണ്ട് ഞാൻ സ്വതക്ക ചെയ്യുന്നു, അതുപോലെ ഞാൻ എന്റെ എല്ലാ ബന്ധങ്ങളും ഞാൻ ചേർക്കുന്നു, മാതാപിതാക്കളെ സന്ദർശിക്കുന്നു, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് നബിയെ. പക്ഷെ എന്താണ്, ഈ ഗുണങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ എന്നെ വലിയ പ്രശംസകൾ ചെയ്യുന്നുണ്ട്, ജനങ്ങൾ എന്നെ വലിയ മദ്ഹ് പറയുന്നു. പക്ഷേ
ഈ മദ്ഹ് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം വരുന്നു എന്റെ ഖൽബില്. ഞാൻ അതുകൊണ്ട് വളരെ എനിക്കൊരു സന്തോഷം വരികയാണ്. കാരണം ജനങ്ങൾ ഇങ്ങനെ പറയുമ്പോ അവരെന്നെ കുറിച്ച് പറയുന്നു എന്നുള്ള വിഷയത്തിൽ ഒരു സന്തോഷം വരുന്നുണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശബ്ദനായി. അതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല. ആ സമയത്താണ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ എന്നൊരു സൂചന മാത്രം നൽകി അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് തന്നെ ധാരാളം സംസാരിക്കാനുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നീട് മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു, വയജിബു ഖർനുഹ, ആ നിയ്യത്തിനെ അന്വരിപ്പിക്കൽ നിർബന്ധമാകും. ഇൻദ അവ്വലി ഗസ്ലി ജുസ്ഇൻ മിൻ വജ്ഹിൻ, മുഖത്തിൽ നിന്നും കഴുകപ്പെടുന്നതിന്റെ ആദ്യത്തിനോട് എന്ത് ചെയ്യണം? നിയ്യത്ത് അന്വരിക്കണം. വയജിബു, നിർബന്ധമാകുന്നതാണ്, ഖർനുഹ, ആ നിയ്യത്തിനെ അന്വരിപ്പിക്കൽ, ഇൻദ അവ്വലി ഗസ്ലി ജുസ്ഇൻ മിൻ വജ്ഹിൻ, മുഖത്തിൽ നിന്നുമുള്ള ഒരു ജുസ്ഇനെ കഴുകുന്നതിന്റെ ആദ്യത്തിൽ എന്ത് വേണം? ഈ നിയ്യത്തിനെ അന്വരിപ്പിക്കണം. മുഖത്തിൽ നിന്നുമുള്ള ഒരു ഭാഗത്തെ കഴുകുന്നതിന്റെ ആദ്യത്തിനോട് നിയ്യത്തിനെ അന്വരിപ്പിക്കണം. അപ്പൊ ഫലൗ ഖറനഹ, ഒരുത്തൻ അന്വരിപ്പിച്ചാൽ, ഫലൗ ഖറനഹ ബി അസ്നാഇഹി, ആ നിയ്യത്തിനെ ഒരാൾ അന്വരിപ്പിച്ചാൽ, ബി അസ്നാഇഹി, ആ മുഖത്തെ കഴുകുന്നതിന്റെ ഇടയിൽ, കഫ, അത് മതിയാകുന്നതാണ്. പക്ഷെ വജബ, അവനിക്ക് നിർബന്ധമാകും, ഇആദത്തു ഗസ്ലി മാ സബഖഹ, ഇആദത്തു ഗസ്ലി മാ, ഒന്നിനെ കഴുകൽ, മടക്കൽ. എങ്ങനത്തെ ഒന്നാണ്? സബഖഹ, ആ നിയ്യത്തിനിക്ക് അത് മുൻകടന്നിരിക്കുന്നു. ഇപ്പറഞ്ഞത് നാം നിയ്യത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ്? അതായത് മുഖം കഴുകുന്നതിന്റെ ആദ്യത്തിൽ തന്നെ എന്ത് വേണം? നിയ്യത്ത് കരുതണം. ഈ നിയ്യത്ത് കരുതൽ മുഖം കഴുകുന്നതിന്റെ ആദ്യത്തിനോട് അന്വരിപ്പിക്കണം എന്ന് പറഞ്ഞത് ഈ നിയ്യത്ത് സ്വഹിയാനുള്ള ഷർത്തൊന്നുമല്ല. പക്ഷെ എന്താണ്, അങ്ങനെ ആയിട്ടില്ല എങ്കിൽ ഈ നിയ്യത്ത് ഉദാഹരണം പറഞ്ഞാല്, മുഖത്തിന്റെ മുകൾ ഭാഗം ഒരാൾ കഴുകി, എന്നിട്ട് മൂക്ക് വരെ എത്തിയപ്പോഴാണ് ഇദ്ദേഹം നിയ്യത്ത് വെച്ചത് എങ്കിൽ നിയ്യത്ത് സ്വഹിയാണ്. പക്ഷെ എന്ത് ചെയ്യേണ്ടി വരും? മൂക്കിന്റെ മുകൾ ഭാഗത്ത്, എന്നാൽ നിയ്യത്ത് വെക്കുന്നതിന്റെ മുമ്പ് കഴുകിയ സ്ഥലങ്ങൾ അവൻ വീണ്ടും മടക്കി കഴുകേണ്ടി വരും. അതാണ് പറഞ്ഞത്. ഫലോ ഖറനഹ, വല്ലൊരുത്തനും ആ നിയ്യത്തിനെ അന്വരിപ്പിച്ചാൽ, ബി അസ്നാഇഹി, ആ മുഖത്തെ കഴുകുന്നതിന്റെ ഇടയിൽ, കഫ, അത് മതിയാകും. പക്ഷേ വജബ ഇആദത്തു ഗസ്ലി മാ സബഖഹ, വജബ, അവനിക്ക് നിർബന്ധമാകും, ഇആദത്തു ഗസ്ലി മാ, ഒന്നിനെ കഴുകൽ, മടക്കൽ, സബഖഹ, ആ നിയ്യത്തിനിക്ക് അത് മുൻകടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിയ്യത്തിന്റെ മുമ്പ് കഴുകിയതായ ഒന്നിനെ അവൻ മടക്കി കഴുകണം. ഇനി പറയുന്നത് വലാ യക്ഫി, മതിയാകുന്നതല്ല, ഖർനുഹ, ആ നിയ്യത്തിനെ അന്വരിപ്പിക്കൽ, ബിമാ ഖബ്ലഹു, മുഖത്തിന്റെ മുമ്പുള്ള ഒന്നിനോട് അന്വരിപ്പിക്കൽ മതിയാവുന്നതല്ല. അപ്പൊ മുഖത്തിന്റെ മുമ്പുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ ഏതാണത്? നമ്മള് വായിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ വുളൂഇന്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്ത്, രണ്ടാമത്തത് മുഖം കഴുകുക. കാരണം നിയ്യത്തും മുഖം കഴുകലും ഒരേ സമയത്താണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ മുമ്പുള്ള സുന്നത്തുകൾ, മുൻകൈ കഴുകുക, അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, വായിൽ വെള്ളം കുപ്പിളിക്കുക എന്നുള്ള സുന്നത്ത്. അപ്പോൾ ഒരാൾ മുൻകൈ കഴുകുന്ന സമയത്ത് നിയ്യത്ത് വെച്ചാൽ ആ നിയ്യത്ത് തന്നെ പരിഗണിക്കപ്പെടുന്നതല്ല, സ്വഹിയാകുന്നതല്ല. അതുപോലെ വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോൾ ഇനി ഒരാൾ നിയ്യത്ത് ചെയ്താലോ, അതാണ് ഈ പറയുന്നത്. വലാ യക്ഫി ഖർനുഹ ബിമാ ഖബ്ലഹു ഹൈസു ലം യസ്തസ്ഹിബ്ഹ,
ആ നീയത്തിനെ അവൻ സഹവസിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇലാ ഗസ്രി ശൈഇൻ മിൻഹു, അതിൽ നിന്നും ഒരു വസ്തുവിനെ കഴുകുന്നതിലേക്ക്, മുഖത്തിൽ നിന്നും ഒരു ഷൈഇനെ കഴുകുന്നതിലേക്ക് സഹവസിപ്പിച്ചിട്ടില്ലെങ്കിൽ മുമ്പുള്ള ഒന്ന് കഴുകുമ്പോൾ എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം കുപ്പിക്കുന്ന സമയത്ത് നീയത്ത് വെച്ചാൽ മതിയാവൂല. അപ്പൊ വായിൽ വെള്ളം കുപ്പിക്കുന്ന സമയത്ത് നീയത്ത് വെച്ചാൽ മതിയാകും എപ്പോൾ? ഇത് നീയത്ത് ഈ മുഖം കഴുകുന്ന ഒരു വസ്തുവുമായി സഹവസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ രൂപം. അതായത് ഇവിടെ ഒരാള് വായിൽ വെള്ളം കുപ്പിക്കണം. ഈ വായിൽ വെള്ളം കുപ്പിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഞാൻ വുളൂ ചെയ്യുന്നു എന്ന നീയത്ത് ചെയ്താൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ വായിൽ വെള്ളം കുപ്പിക്കുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും ചുണ്ടിന്റെ ആ ചുവപ്പ് അത് മുഖത്തിൽപ്പെട്ടതാണ്, അതവിടെ നനയാണ്. അപ്പൊ ഈ നീയത്ത് വെച്ചുകൊണ്ട് ആദ്യമായിട്ട് അവിടെ നനയുമ്പോൾ എന്താകുന്നു? ഈ വായിൽ വെള്ളം കുപ്പിക്കുക എന്നുള്ള സുന്നത്ത് അത് വുജൂബിലേക്ക് മാറുകയാണ്. പിന്നീട് അവിടെ സംഭവിക്കുന്നത് മുഖം കഴുകുന്നതിന്റെ ഹുക്മിലാണ് അത് വരുന്നത്. അപ്പൊ മുഖം കഴുകലാണ് സംഭവിച്ചത്. അങ്ങനെയാകുമ്പോൾ നീയത്ത് എന്താവും? സ്വഹീഹാകുന്നതാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? അവനിക്ക് നഷ്ടപ്പെട്ടത് വായിൽ വെള്ളം കുപ്പിക്കുക, അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ള സുന്നത്ത് നഷ്ടപ്പെടുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതാണ് ഈ പറഞ്ഞത് ഹൈതു ലം യസ്തസ്ഹിബ്ഹ ഇലാ ഗസ്രി ശൈഇൻ മിൻഹു. പിന്നീട് വിവരിക്കുന്നു വമാ ഖാറനഹ ഹുവ അവ്വലുഹു ഫതഫൂതു സുന്നത്തുൽ മൽമല. അപ്പൊ അവനിക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? മൽമലത്തിന്റെ സുന്നത്ത് നഷ്ടപ്പെടും. വമാ ഒരു ഭാഗം, ഒരു ജുസ്. എങ്ങനത്തെ ഒന്നാണ്? ഖാറനഹ അത് നീയത്തുമായിട്ട് അന്വരിച്ചിരിക്കുന്നു. ഹുവ അതാകുന്നത്, ഔവലുഹു അവൻ കഴുകപ്പെട്ട ആ മുഖത്തിൽ നിന്നും ആദ്യത്തത് അതാണ് എന്നാ മുസന്നിഫ് പറയുന്നത്. അതായത് ഇവിടെ വായിൽ വെള്ളം കുപ്പിക്കുന്ന സമയത്തുള്ള ജുസ്, ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാല് ആ ചുണ്ടിന്റെ ചുവപ്പ്, അതെന്ത് ചെയ്തു? നീയത്ത് ആ സമയത്താണല്ലോ വെക്കുന്നത്. അപ്പൊ നീയത്തുമായിട്ട് അന്വരിച്ച ആ ഒന്ന് അതാണ് മുഖത്തിൽ നിന്നും കഴുകപ്പെടുന്നതിന്റെ ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ സംഭവിക്കുക എന്താ? ഫതഫൂതു അവനിക്ക് നഷ്ടപ്പെടുന്നതാണ് സുന്നത്തുൽ മൽമലതി, വായിൽ വെള്ളം കുപ്പിക്കുന്നതിന്റെ സുന്നത്ത് നഷ്ടപ്പെടും. എപ്പോ? ഇനിൻ ഗസല മഅഹ ശൈഉൻ മിനൽ വജ്ഹി, മുഖത്തിൽ നിന്നും ഒരു ഷൈഅ് അതിനോടുകൂടെ കഴുകൽ സിദ്ധിച്ചാൽ അത് ഏതുപോലെ? ആ ഷൈഅ് കഹുംറത്തി ശഫതി, ചുണ്ടിന്റെ ചുവപ്പ് പോലെ. അതിന് അധരം എന്ന് പറയും മലയാളത്തില്. ബഅദ നീയത്തി, നീയത്തിന് ശേഷം. അപ്പൊ നീയത്ത് ചെയ്തതിന് ശേഷം അവൻ വായിൽ വെള്ളം കുപ്പിളിച്ചു കഴിഞ്ഞാൽ ആ വായിൽ വെള്ളം കുപ്പിളിക്കൽ കൊണ്ട് മുഖത്തിന്റെ പരിധിയിൽപ്പെട്ട ചുണ്ടിന്റെ ചുവപ്പിൽ വെള്ളം നനയുന്നത് കൊണ്ട് ആ വായിൽ വെള്ളം കുപ്പിളിക്കുക എന്നുള്ളത് മുഖം കഴുകുന്നതിന്റെ ഹുക്കുമിലേക്ക് മാറുകയും അവിടെ വായിൽ വെള്ളം കുപ്പിളിക്കുക എന്നുള്ള സുന്നത്ത് അവനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്നാൽ അവിടെ നമുക്ക് എല്ലാ കൂലിയും ലഭിക്കണമല്ലോ. മുൻകൈ കഴിയുന്നതിന്റെ കൂലി ലഭിക്കണം, അതുപോലെ വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിന്റെയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിന്റെയും പുണ്യവും ലഭിക്കണം. അതുപോലെ തന്നെ നമുക്ക് മുഖം കഴുകുന്ന കൂലിയും നമ്മുടെ വുളൂ സ്വഹീഹാവുകയും വേണം. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗം അതാണ് മുസന്നിഫ് വിവരിക്കുന്നത്. ഫൽ ഔല, അപ്പോൾ ഏറ്റവും നല്ലത്. കാരണം ഇവിടെ രണ്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ടാ. എന്ത്? മുഖം കഴുകുന്ന നാം വായിൽ വെള്ളം കുപ്പിളിക്കുന്ന സമയത്ത് നീയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വുളൂ സ്വഹീഹാവും. പക്ഷേ എന്താവും? വായിൽ വെള്ളം കുപ്പിളിക്കുക എന്നുള്ള സുന്നത്ത് നഷ്ടപ്പെടും. മുൻകൈ കഴുകുമ്പോ നീയത്ത് ചെയ്താൽ വുളൂ തന്നെ സ്വഹീഹാവുകയുമില്ല. അപ്പോൾ ഏറ്റവും നല്ല മാർഗം, എല്ലാം ലഭിക്കാനുള്ള മാർഗമാണ് മുസന്നിഫ് പറയുന്നത്. ഫൽ ഔല, ഏറ്റവും നല്ലത് അയ്യുഫർറിഖ നിയ്യത, നിയ്യത്തിനെ അവൻ വിട്ടുപിരിക്കുക. അതെങ്ങനെ വിട്ടുപിരിക്കല്? ബി അയ്യൻവിയ, അവൻ കരുതൽ കൊണ്ട് ഇൻദ കുല്ലി മിൻ ഗസ്ലിൽ കഫൈനി വൽ മൽമലതി വൽ ഇസ്തിൻഷാഖ്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, വായിൽ വെള്ളം കുപ്പിക്കുക, അതുപോലെ മുൻകൈ കഴുകുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവൻ കരുതുക എന്ത്? സുന്നത്തൽ വുളൂഇ, വുളൂഇന്റെ സുന്നത്തിനെ കരുതുക. അപ്പൊ ആദ്യമായിട്ട് മുൻകൈ കഴിയുമ്പോൾ വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു എന്ന് കരുതുക. സുമ്മ ഫർളൽ വുളൂഇ ഇൻദ ഗസ്ലിൽ വജ്ഹി, പിന്നെ മുഖം കഴുകുന്ന സമയത്ത് വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നും കരുതുക. എന്തിനു വേണ്ടി? ഇങ്ങനെ
حتى لا تفوت له فضيلة استصحاب النية من أوله. വുളൂ ചെയ്യുന്നതിന്റെ ആദ്യം മുതൽക്ക് നിയ്യത്തിനെ സഹവസിപ്പിക്കുക എന്നുള്ള ശ്രേഷ്ഠത അവനക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വഫളീലത്തുൽ മദ്മദതി വൽ ഇസ്തിൻഷാഖി, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിന്റെയും വായിൽ വെള്ളം കുപ്പിക്കുന്നതിന്റെയും ഫളീലത്തും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചുണ്ടിന്റെ ചുവപ്പ് കഴുകൽ സിദ്ധിക്കലോട് കൂടെ തന്നെ ഇതൊന്നും നഷ്ടപ്പെടാത്ത എല്ലാ പുണ്യവും ലഭിക്കാൻ വേണ്ടി ഏറ്റവും നല്ലതെന്താണ്? മുൻകൈ കഴുകുമ്പോ ഒരു നിയ്യത്തും പിന്നെ മുഖം കഴുകുമ്പോൾ മറ്റൊരു നിയ്യത്തുമായിട്ട് വിട്ടുപിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ പല ആളുകളെയും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല. അതായത് നാം വുളൂ ചെയ്യുമ്പോൾ സാധാരണ മുഖം കഴുകുമ്പോഴാണ് വുളൂ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ വുളൂ ചെയ്യുന്നു എന്ന നിയ്യത്തും ചെയ്ത് മുഖാണ് നാം കഴുകാറുള്ളത്. പക്ഷെ അതിന്റെ മുമ്പിലുള്ള മുൻകൈ കഴുകുക, അതുപോലെ വായിൽ വെള്ളം കുപ്പിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളതിനൊന്നും പ്രത്യേകിച്ചൊരു നിയ്യത്ത് ചെയ്യാറില്ല. അപ്പൊ നമുക്കവിടെ സുന്നത്ത് നഷ്ടപ്പെടുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? മുൻകൈ കഴുകുമ്പോൾ തന്നെ വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ ചെയ്യുന്നു, വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു, വീട്ടുന്നു എന്ന് കരുതുക. എന്നിട്ടോ മുഖം കഴുകുന്ന സമയത്ത് നമ്മുടെ ഫർളായ നിയ്യത്ത്, അതായത് വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യുന്നു എന്ന നിയ്യത്തും കരുതിയാൽ എല്ലാം ലഭിക്കുമെന്ന് മുസന്നിഫ് റഹിമഹുല്ലാ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി